നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാളയിലെ ഹോട്ടലിൽ നിന്നും പണവും മൊബൈലും മോഷ്ടിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. മാള പൂപ്പത്തി സ്വദേശി അപ്പോഴംപറമ്പിൽ അനന്തകൃഷ്ണനെയും പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെയുമാണ് പിടികൂടിയത്. നിധി കിട്ടിയ സ്വർണം നൽകാമെന്ന് പറഞ്ഞ് 4 ലക്ഷം തട്ടിയെടുത്ത സംഭവത്തിൽ 4 ആസാം സ്വദേശികളായവരെ ചാലക്കുടി പോലീസ് പെരുമ്പാവൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പ് നടത്തും. കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് സ്കൂളുകൾക്ക് മാത്രമായി 25 കോടിയുടെ പദ്ധതികൾ നടപ്പാക്കി വരുന്നതായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. മണ്ഡലത്തിലെ വിധവകളായവർക്ക് ലൈഫ് പദ്ധതിയിൽ ഏർപ്പെടുത്തി 150 വീടുകൾ നൽകുമെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. മാളയിലെ ഹോട്ടലിൽ നിന്നും പണവും മൊബൈലും മോഷ്ടിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. മാള പൂപ്പത്തി സ്വദേശിയായ അപ്പോഴംപറമ്പിൽ 22 വയസ്സുള്ള അനന്തകൃഷ്ണനെയും പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെയുമാണ് പിടികൂടിയത്. മാള ഇന്ദിരാഭവന് സമീപം പ്രവർത്തിക്കുന്ന കടവോരം റെസ്റ്റോറന്റിൽ ശനിയാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. CCTV ദൃശ്യം പരിശോധിച്ചതിൽ നിന്നുമാണ് ഹെൽമറ്റ് ധരിച്ചെത്തിയ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ ലഭിച്ചത്. തുടർന്ന് മാള പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന മൊബൈലും 90 രൂപയുമാണ് മോഷണം പോയത്. പിടിയിലായ അനന്തകൃഷ്ണൻ മുൻപും മാളയിലും പരിസര പ്രദേശങ്ങളിലും നടന്ന മോഷണങ്ങളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണെന്ന് പോലീസ് പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത ആളെ ജുവനൈൽ ഹോമിലാക്കി. മാള SHO സജിൻ ശശിയുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ P ജയകൃഷ്ണൻ, മാള സബ് ഇൻസ്പെക്ടർമാരായ KK ശ്രീനി, KB ശിവൻ, ASI നജീബ്, PB സീനിയർ CPOമാരായ സൂരജ് വി ദേവ്, CPOമാരായ KJ ഷിൻഡോ, EG ജിജിൽ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ വിനു CD എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മീഡിയ ടൈം, മാള. നിധി കിട്ടിയ സ്വർണം നൽകാമെന്ന് പറഞ്ഞ് 4 ലക്ഷം തട്ടിയെടുത്ത സംഭവത്തിൽ 4 ആസാം സ്വദേശികളായവരെ ചാലക്കുടി പോലീസ് പെരുമ്പാവൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. ചെന്നൈ തിരുവനന്തപുരം ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് പറഞ്ഞ പ്രകാരം പുഴയിൽ ചാടിയവരെന്ന് സംശയിക്കുന്ന 4 പേരിൽ ഒരാൾക്ക് പരിക്കേറ്റതാണ് പ്രതികളെ പിടികൂടാൻ സഹായിച്ചത്. പ്രതികളെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പും മറ്റും നടത്തുമെന്നാണ് സൂചന. സംഭവത്തിനു ശേഷം മുരുങ്ങൂർ ഡിവൈൻ നഗർ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെത്തിയവരെ പുലർച്ചെ 3:30 കൊരട്ടി ജംഗ്ഷനിൽ എത്തിച്ചതായും അവിടെ നിന്ന് വേറെ ഓട്ടോറിക്ഷയിൽ അങ്കമാലി ഭാഗത്തേക്ക് അവർ പോയെന്നുമുള്ള ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പരിക്കേറ്റയാൾ പെരുമ്പാവൂർ ആശുപത്രിയിൽ ചികിത്സ തേടി അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ ശേഷം ആശുപത്രിയിൽ കഴിയുന്നതറിഞ്ഞത്. തുടർന്ന് പോലീസ് സംഘം പെരുമ്പാവൂർ ആശുപത്രിയിൽ കാവൽ ഏർപ്പെടുത്തുകയും ചൊവ്വാഴ്ച പുലർച്ചെ മറ്റു 3 പേരെ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. നാദാപുരം സ്വദേശികളായ രാജേഷ്, ലെനീഷ് എന്നിവരെ ആസാം സ്വദേശിയായ JCB ഓപ്പറേറ്ററുടെ നേതൃത്വത്തിൽ കെട്ടിടം പൊളിക്കുമ്പോൾ ലഭിച്ച നിധിയുടെ സ്വർണം നൽകാമെന്ന് പറഞ്ഞ് തൃശ്ശൂരിലും അവിടെ നിന്ന് ചാലക്കുടിയിലും എത്തിച്ചു. ഇവിടെ വെച്ച് മറ്റു 3 സുഹൃത്തുക്കളുടെ സഹായത്തോടെ നാദാപുരം സ്വദേശികൾക്ക് മുക്കുമണ്ടം നൽകി. പണം തട്ടിയെടുത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടയിലാണ് സംഘത്തിലെ ഒരാൾക്ക് വീണ് പരിക്കേറ്റത്. തുടർന്ന് ചികിത്സയുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ ആശുപത്രിയിൽ എത്തുകയായിരുന്നു. പോലീസ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പും മറ്റും നടത്തുമെന്നാണ് സൂചന. തൃശ്ശൂരിൽ 20-ാം തീയതി രാത്രി സ്ഥലത്തെത്തി. അതിനുശേഷം 3 സുഹൃത്തുക്കൾ വരുമെന്ന് പറഞ്ഞ് ഈ സിറാജുൽ ഇസ്ലാം വിളിച്ച് ഏർപ്പാടാക്കിയ മുൽജാർ ഹുസൈൻ, മുഹമ്മദ് മുസാമിൽ, പിന്നെ ഒരു അബ്ദുൽ കലാം, ഇവർ 3 പേര് പെരുമ്പാവൂരിൽ നിന്നും തൃശ്ശൂരെത്തി. ഇവർ ഒരുമിച്ച് ഈ കേസിൻ്റെ സ്വർണ്ണത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ബാർഗെയിൻ ചെയ്ത് ചാലക്കുടിയിൽ രാത്രിയിൽ 1 മണിയോടുകൂടി എത്തുകയും ഇന്നത്തെ ഏർലി മോർണിംഗിൽ അവർ നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ എൻഡിൽ വെച്ചിട്ട് ഈ പൈസ കൊടുത്താൽ മാത്രമേ സ്വർണം തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാജേഷും ലെനീഷും കൂടെ ഈ പൈസ 4 ലക്ഷം രൂപ വരെ ഏൽപ്പിക്കുകയും പൈസ വാങ്ങിയ ശേഷം ഇവരുടെ കയ്യിൽ സ്വർണത്തിൻ്റെ ഒരു കട്ടി അത് ഈ രാജേഷിനെ ഏൽപ്പിക്കും. അപ്പോൾ രാജേഷിന് ഈ അപ്രൈസറിൻ്റെ കാര്യം അറിയാവുന്നതുകൊണ്ട് അതിന് കട്ടിങ് മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആളത് കട്ട് ചെയ്ത് നോക്കുന്ന സമയം ഒരു പീസ് മുറിച്ചപ്പോൾ തന്നെ അതിന് സംശയം തോന്നി ഇത് വ്യാജ സ്വർണ്ണമാണ്. ആ സമയത്ത് തന്നെ ഇവർ പറഞ്ഞ് ഞങ്ങൾ എൻ്റെ ബാക്കി പീസുകൾ കട്ട് ചെയ്ത് കാണിച്ചാൽ എന്ന് പറഞ്ഞ് ബാക്കി പീസ് കയ്യിലെടുക്കുകയും ആ സമയത്ത് മറ്റവരുടെ ശ്രദ്ധ മാറിയ ടൈമിൽ ഈ 4 പേരും കൂടെ അവിടെ നിന്നും ലഭിച്ച പൈസയും ഈ കട്ട് ചെയ്ത സാധനമായിട്ട് നേരെ റെയിൽവേ ട്രാക്ക് വഴി കിഴക്കോട്ട് ഓടുകയാണ് ഉണ്ടായത്. മീഡിയ ടൈം, ചാലക്കുടി.
കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് സ്കൂളുകൾക്ക് മാത്രമായി 25 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കി വരുന്നതായി വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. മണ്ഡലത്തിലെ വിധവകളായവർക്ക് ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി 150 വീടുകൾ നൽകും. കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ കരുമാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിച്ച പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു അധ്യക്ഷതയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് മേനാച്ചേരി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജെസിമോൾ ജോഷ്യ, ആലങ്ങോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം KV രവീന്ദ്രൻ, ഹെഡ് മിസ്ട്രസ് G സുധ, റംല ലത്തീഫ്, VP അനിൽകുമാർ, AM അലി, TM മുജീബ്, K ജോസഫ്, KM ലൈജു, ജിൻഷ തങ്കപ്പൻ, TK അയ്യപ്പൻ, സൂസൻ വർഗീസ്, ശ്രീദേവി സുധി, GG അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. BRC കൊടുങ്ങല്ലൂർ ഹെൽപ്പിംഗ് ഹാൻഡ് പ്രൊജക്ട് BRC തല വിലയിരുത്തൽ നടന്നു. 2024-25 വർഷം വിദ്യാഭ്യാസ ഗുണമേന്മ വർഷത്തിന്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ അക്കാദമിക വെല്ലുവിളികൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനും അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനുമുള്ള പദ്ധതിയാണ് ഹെൽപ്പിംഗ് ഹാൻഡ്. പദ്ധതിയുടെ BRC തല പ്രോജക്റ്റ് അവതരണത്തിന്റെ ഉദ്ഘാടനം BRC ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത നിർവഹിച്ചു. BP-CPM മോഹൻരാജ് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ AEO P മൊയ്തീൻകുട്ടി മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ കോർഡിനേറ്റർ KB ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി. ഡയറ്റ് ഫാക്കൽറ്റി U മുഹമ്മദ് റാഫി, ട്രെയിനർ K ശ്രീ പാർവതി, CRCC ലീഷ ഡൊമിനിക് സംസാരിച്ചു. കൊടുങ്ങല്ലൂർ BRC പരിധിയിലെ 8 ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നുമായി ഭാഷ, ഗണിതം, ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളെ ഉൾപ്പെടുത്തി 14 പ്രോജക്റ്റുകളുടെ അവതരണമാണ് നടന്നത്. പൊതുവിദ്യാലയങ്ങളിലെ 5 മുതൽ 12 വരെ ക്ലാസുകളിലെ കുട്ടികളിലാണ് പദ്ധതി നടപ്പിലാക്കുക. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ എല്ലാ ക്ലസ്റ്ററുകളെയും എലമെന്ററി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ ഓരോ വിദ്യാലയത്തിൽ നടപ്പിലാക്കുകയും തുടർന്ന് സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളെയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഹെൽപ്പിംഗ് ഹാൻഡ്. അന്നമനട കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം നടത്തി. മുൻ MP KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. ടിവിയുടെ മുമ്പിൽ ഉറക്കമൊഴിച്ചിരുന്ന് ആ വിലാപയാത്ര സചിത്രം ശ്രദ്ധിക്കുകയുണ്ടായി. ഒരു ഔപചാരികതയുമില്ലാതെ ഇങ്ങനെ ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ തടിച്ചുകൂടുന്ന ജനാവലി കണ്ടിട്ട് ഞാൻ അതിശയിച്ചു. അവിടെ വന്നുകൂടിയ ജനങ്ങളൊക്കെ മണിക്കൂറുകൾ കാത്തിരുന്ന് ഉറക്കമൊഴിച്ച് തിരുനക്കര മൈതാനത്ത് തലേ ദിവസം 7 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വെളുപ്പിന് 7 മണിക്കാണ് എത്തിയത്. ആ മൈതാനത്ത് കിടന്നുറങ്ങി ഒരു നോക്ക് കാണാൻ വേണ്ടി കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഓടിയെത്തിയ വിലാപയാത്ര എന്നെ അതിശയിപ്പിക്കുകയുണ്ടായി. മണ്ഡലം പ്രസിഡന്റ് PK തിലകൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി VA അബ്ദുൽ കരീം, ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ, PD ജോസ്, സാനി ചക്കാലക്കൽ, നിർമ്മൽ C പാത്താടൻ, ധന്യ ദേവദാസ്, രാഹുൽ വിജയൻ, VA ബൈജു എന്നിവർ സംസാരിച്ചു. അഷ്ടമിച്ചിറ മാണിയങ്കാവ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ഗണപതി ഹവനവും വിദ്യാഗോപാല മന്ത്രാർച്ചനയും നടന്നു. തുടർന്ന് ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മാളയിലെ ഹോട്ടലിൽ നിന്നും പണവും മൊബൈലും മോഷ്ടിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. മാള പൂപ്പത്തി സ്വദേശി അപ്പോഴം പറമ്പിൽ അനന്തകൃഷ്ണനെയും പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെയുമാണ് പിടികൂടിയത്. നിധി കിട്ടിയ സ്വർണം നൽകാമെന്ന് പറഞ്ഞ് 4 ലക്ഷം തട്ടിയെടുത്ത സംഭവത്തിൽ 4 ആസാം സ്വദേശികളായവരെ ചാലക്കുടി പോലീസ് പെരുമ്പാവൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പ് നടത്തും.
കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് സ്കൂളുകൾക്ക് മാത്രമായി 25 കോടിയുടെ പദ്ധതികൾ നടപ്പാക്കി വരുന്നതായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. മണ്ഡലത്തിലെ വിധവകളായവർക്ക് ലൈഫ് പദ്ധതിയിൽ ഏർപ്പെടുത്തി 150 വീടുകൾ നൽകുമെന്നും മന്ത്രി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.